നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് മുതിർന്ന CPIM നേതാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ന് രംഗത്തെത്തി. തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. സൈബർ പോരാളികളുടെ ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തോമസ് ഐസക് വിമർശിച്ചു. അതിനിടെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ആത്മവിമർശനത്തിൽ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സമ്മതിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായെന്നും തോമസ് ഐസക്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും തോമസ് ഐസക്കിന്റെ വിമർശനം. അതേസമയം CPIMൽ ഇപ്പോൾ നടക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പം ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പാർട്ടി വോട്ടുകളിലെ ചോർച്ചയെന്ന് CPIM സെക്രട്ടേറിയറ്റിന്റെയും കൂടി വിലയിരുത്തൽ. മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധന നടത്താൻ തീരുമാനമായി. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കും. തിരുത്തൽ നടപടിക്ക് മാർഗരേഖ ഉണ്ടാക്കാനും നിർദ്ദേശമുയർന്നു. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ ഇന്നിപ്പോൾ ടി എം തോമസ് ഐസക് കൂടി വിമർശനം ഉയർത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? എന്തുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ ഉയർന്നു വന്നത്? അഭിപ്രായം ഉയരുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന CPM സെക്രട്ടേറിയറ്റ് തന്നെ ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്കാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്താനും ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കുമെന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ. സംസ്ഥാന കമ്മിറ്റിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ടി എം തോമസ് ഐസക് പരോക്ഷ വിമർശനം ഉന്നയിച്ച പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കാനും CPM ഇപ്പോൾ ആലോചന നടത്തുന്നുണ്ട്. തിരുത്തൽ നടപടിക്ക് മാർഗരേഖ ഉണ്ടാക്കും. അത് ഇന്നും നാളെയുമായി ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നാളെ ചേരാൻ പോകുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അടുത്ത 3 ദിവസങ്ങളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി, ഈ 3 പ്രധാനപ്പെട്ട നേതൃയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചയുണ്ടാകും. അതിനുശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നിലവിൽ CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പ്രജിത്, ഷഫീദ്, ഈ പാർട്ടി വോട്ടുകൾ ചോർന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അത് നേരത്തെ തന്നെ പല നേതാക്കളും നടത്തിയതാണ്. പക്ഷേ അതിന്റെ കാരണം എന്താണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. അത്തരം വിഷയങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടോ? അതുകൂടി പ്രാഥമികമായെങ്കിലും വിലയിരുത്തിയോ? പ്രജിത്, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയിരുന്നു. അത് സംസ്ഥാന സർക്കാരിലും പാർട്ടി കേന്ദ്രീകരിച്ചും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, തിരുത്തലിലേക്ക് പോകണം കാര്യങ്ങൾ എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയിരുന്നു. സംസ്ഥാന നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട സമാന അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജനങ്ങളെ, ആളുകളെ ചേർത്ത് പിടിക്കുന്ന നടപടികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതാക്കളിൽ ചിലരുടെയെങ്കിലും അഭിപ്രായം. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ തിരുത്തൽ വേണം എന്ന് സംസ്ഥാന കമ്മിറ്റിയിലടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു തിരുത്തൽ രേഖ അല്ലെങ്കിൽ തിരുത്തൽ നടപടിക്ക് മാർഗരേഖ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം ഉയർന്നത്. അതിൽ കൃത്യമായിട്ടുള്ള, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കണം. പ്രത്യേകിച്ച് BJPയിലേക്ക് വോട്ടുകൾ ചോർന്നു പോകുന്നു എന്ന്
പാർട്ടിക്ക് പുറത്ത് നിന്ന് അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിൽ കൂടി അതടക്കം ഗൗരവമായി പരിഗണിക്കണം എന്നുള്ളതാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ. പ്രജിൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്നും വിമർശനമുയർന്നു. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ വേണ്ടി ചേർന്ന CPI ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതര വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തി. ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടത് തിരിച്ചടിയായെന്നാണ് ഒരംഗം പറഞ്ഞത്. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നാണ് ജില്ലാ കൗൺസിലുണ്ടായ മറ്റൊരു വികാരം. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടന്നുവെന്നാണ് വിമർശനമുയർന്നത്. PP സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ചില അംഗങ്ങൾ രംഗത്ത് വന്നു. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് CPIയുടെ രീതിയല്ല. CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ CPIക്ക് കഴിയുന്നില്ലെന്നും ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. വിവാദമായ കാഫർ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് മുൻ MLAയും CPIM നേതാവുമായ KK ലതിക. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തു. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഈ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത KK ലതികയെയും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധം ശക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് KK ലതിക കാഫിർ സ്ക്രീൻഷോട്ടും അനുബന്ധ കുറിപ്പും പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. ഇതോടെ വിവാദത്തിൽ KK ലതികയുടെ പങ്ക് വ്യക്തമായതായി കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. KK ലതിക സ്ക്രീൻഷോട്ടിൽ നിന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് KK ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസമാണ് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. വിഷയത്തിൽ കേസെടുത്ത പോലീസ് KK ലതിക ഉൾപ്പെടെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 24 കോഴിക്കോട്. മെഡിക്കൽ UG പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന വിവരം ലഭിച്ചെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. उसमें कोई भी बड़े अधिकारी हो, NTA की कितने भी बड़े दायित्वधारी हो, अगर वो उनमें गुनहगार पाए जाएंगे उनको भी छोड़ा नहीं जाएगा. और NTA में बहुत सुधार की आवश्यकता है. कुछ विषय NTA एक स्वायत्त संस्था था, लेकिन NTA की बारे में सुधारने की बहुत आवश्यकता है. सरकार उसके ऊपर भी चिंता कर रही है. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ക്രമക്കേടില്ലെന്നും ആവർത്തിക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കനത്ത തിരിച്ചടിയാണ് മന്ത്രിയുടെ പ്രസ്താവന. ഗ്രേസ് മാർക്ക് നൽകിയ 1563 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എക്കാലത്തും നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശനം കടുപ്പിച്ചു. വ്യാപക ക്രമക്കേടും അഴിമതിയും ഇത്തവണ പരീക്ഷയിൽ നടന്നു. പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്നും നിർത്തലാക്കണമെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. 24 ഡൽഹി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി കേരളത്തിലെ വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും. പെരുന്നാളിനെ വരവേൽക്കാൻ ഇത്തവണ വിപണിയും സജീവമായിരുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വാസികൾ ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് ബക്രീദ് ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. അതിനുശേഷം മഹല്ലുകളും പള്ളികളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണം.
തുടർന്ന് മധുരം വിതരണം ചെയ്തും കുടുംബ വീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ ആഘോഷത്തിൽ പങ്കുചേരും. തനിക്കുള്ളത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാനത്ത് പെരുന്നാൾ വിപണിയും സജീവമാണ്. ആഘോഷം പൊടിപൊടിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. മക്കയിൽ ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം തുടരുന്നു. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാളായിരുന്നു. ഹറം പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. ഇന്നലത്തെ അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മിനായിൽ തിരിച്ചെത്തി. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണിന്ന്. മിനായിൽ തിരിച്ചെത്തിയ ഉടനെ ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ട് തീർത്ഥാടകർ ഇന്നത്തെ കർമ്മങ്ങൾ ആരംഭിച്ചു. 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിലാണ് ഇന്ന് കല്ലെറിഞ്ഞത്. ശേഷം മക്കയിലെ ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്തു. മുടിയെടുക്കുകയും ബലി നൽകുകയും ചെയ്തു. ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിച്ചു. ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ തീർത്ഥാടകർ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തി. തിരക്കും കാലാവസ്ഥയും കണക്കിലെടുത്ത് പല തീർത്ഥാടകരും ഈ കർമ്മങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസം തീർത്ഥാടകർ മിനായിൽ താമസിച്ച് 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്കുള്ള വഴിയിൽ ഇന്ത്യയിൽ നിന്നുള്ള പല തീർത്ഥാടകരും കൂട്ടം തെറ്റി. ഇവരെ സഹായിക്കാൻ ഈ വർഷം മിനായിൽ മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുറവാണ്. അതേസമയം സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. ഇരു ഹറം പള്ളികളിലും നടന്ന പ്രാർത്ഥനകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ ഷെയ്ഖ് ഖാലിദ് ബിൻ സുലൈമാൻ അൽ മെഹ്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കവർച്ചാ സംഘത്തിലെ 4 പേരെ പിടിച്ചു. ഒരാൾ സൈനികനാണ്. 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. കുഴൽപ്പണ സംഘമാണ് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ കവർച്ചാ സംഘം ആക്രമിച്ചത്. പരാതി പറയാൻ എത്തിയപ്പോൾ കുന്നത്തുനാട് പോലീസ് പരിഹസിച്ചു എന്ന യുവാക്കളുടെ പരാതിയിൽ എറണാകുളം റൂറൽ SP അന്വേഷണം ഉറപ്പു നൽകി. 24 ഇംപാക്ട്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിലാണ് സൈനികനടക്കം 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെയുള്ള 4-അംഗ സംഘമാണ് പോലീസ് പിടിയിലായത്. ഈ മാസം 14-ാം തീയതി കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത മലയാളികളെ കോയമ്പത്തൂർ ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം ഹൈവേ റോബറി സംഘം ആക്രമിച്ച വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അക്രമികൾ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഘമെന്ന് കരുതിയാണ് പ്രതികൾ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേഷ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെ അക്രമ സംഭവം നാട്ടിലെത്തിയ ശേഷം യുവാക്കൾ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരാതി കേട്ട ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്നാണ് കുന്നത്തുനാട് പോലീസ് യുവാക്കളോട് ചോദിച്ചത്. ഈ വിവരം വാർത്തയായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP DYSPക്ക് നിർദ്ദേശവും നൽകി. യുവാക്കളെ വിളിച്ച് SP വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. സേലം കോയമ്പത്തൂർ ദേശീയപാതയിൽ വാഹനയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടുന്നത് പതിവാക്കിയ സംഘമാണ് പിടിയിലായതെന്ന സൂചനയും മധുക്കര പോലീസ് നൽകുന്നുണ്ട്. S ശ്യാംകുമാർ, 24 കൊച്ചി. പാലക്കാട് തൃത്താലയിൽ പോലീസുകാരനെ കാറിടിപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അലൻ ഓടിച്ചിരുന്ന കാർ ഗ്രേഡ് SI PK ശശികുമാറിനെ ഇടിച്ചത്. പട്ടാമ്പിയിൽ നിന്നാണ് 19-കാരനായ പ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണെന്ന് അലൻ മൊഴി നൽകി. അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം. തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കാറിനടുത്തേക്കെത്തിയ ഗ്രേഡ് SI ശശികുമാറിനെയും സംഘത്തെയും കണ്ട് യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കാർ തിരിക്കുന്നതിനിടെ SIയെ ഇടിച്ചതറിഞ്ഞിട്ടും യുവാക്കൾ നിർത്താതെ പോയി. കാർ കൊണ്ട് നിൽക്കണ്ടിട്ട് പോലീസ് വണ്ടി അവിടുന്ന് വന്നു. പോലീസ് വണ്ടി മുൻപിൽ നിർത്തിയ നേരത്തെ ഈ ഒരു റിവേഴ്സ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അപ്പോഴേക്ക് SI ഇറങ്ങിയിട്ട് കൈ കാണിക്കാൻ വണ്ടി തടയാൻ വേണ്ടി നോക്കിയതാണ്. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള
ഫോക്സ് വാഗൻ പോളോ കാർ SIയെ ഇടിച്ചിട്ട ശേഷം അമിത വേഗത്തിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 പാലക്കാട്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം. അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാലയിലും പ്രതിഷേധമുണ്ടായി. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. മാർപ്പാപ്പ നേരിട്ടിടപെട്ടിട്ടും സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം രൂക്ഷമാകുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലറിനെതിരെയാണ് നിലവിലെ പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ പള്ളികളിൽ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം അരങ്ങേറി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാല സെന്റ് ജോസഫ് ചർച്ചിലും സർക്കുലർ കത്തിച്ചു. എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സർക്കുലർ കോപ്പി കീറിയെറിഞ്ഞു. മുഴുവൻ പള്ളികളെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹം പ്രതിരോധിക്കാൻ സജ്ജമാകും. അതിന് വെച്ചിരിക്കുന്ന ഞങ്ങൾ മുദ്രാവാക്യം തന്നെ ഇതാണ്: ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം. ഇതിന് മൂന്നിലും ആരെയും അതിക്രമിച്ച് കടന്നു കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതേസമയം കുർബാനയ്ക്കിടെ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം അൾത്താരയിൽ കയറി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചില്ല. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. 24 കൊച്ചി. കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാറിന് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു. കല്ലുവാതുക്കൽ സ്വദേശിയാണ് മരിച്ചതെന്നാണ് സൂചന. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പാരിപ്പള്ളിയിൽ നിന്ന് ചാത്തന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ദേശീയപാതക്കരികിൽ നിർത്തി. നിമിഷങ്ങൾക്കകം കാറിനുള്ളിൽ തീ പടരുകയായിരുന്നു. ചാത്തന്നൂർ കുരിശുമൂടിന് സമീപം വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. പരവൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഗ്ലാസ് പൊളിച്ച ആളിനെ എടുക്കാൻ നോക്കി. അപ്പം ബോണറ്റൊന്നും കത്തിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഡ്രൈവർ സീറ്റാ കത്തി. അതിനകത്തുനിന്ന് നന്നായിട്ട് തീ വന്നോണ്ട് ആൾക്കാർക്ക് അടുത്തോട്ട് അടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വലുതായിട്ടുള്ള സ്ക്രീമിങ്ങും കാര്യങ്ങളൊന്നും കേട്ടതുമില്ല. ആദ്യമേ ഡ്രൈവർ സീറ്റ്, പിന്നെ ബാക്ക് കത്തി, അതിനുശേഷം പിന്നെ ബോണറ്റൊക്കെ കത്തിയത്. മരിച്ചയാളുടെ അസ്ഥികൂടം മാത്രമാണ് കാറിനുള്ളിൽ നിന്ന് ലഭിച്ചത്. കൊല്ലം മങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് കത്തിപ്പോയതെന്ന് പോലീസ് പറഞ്ഞു. കാർ ഉടമയുടെ ഭാര്യാപിതാവ് ഇന്ന് രാവിലെ കാറുമായി പുറത്തേക്ക് പോയിരുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഇദ്ദേഹമാണ് മരിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. മരിച്ചയാളെ തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊല്ലം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം. നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല. പുലർച്ചെ 3:55 തൃശൂരിലും പാലക്കാട്ടെ അതിർത്തി പഞ്ചായത്തുകളിലും ഭൂചലനം അനുഭവപ്പെട്ടത്. വീണ്ടും വർഗീയ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDFും UDFും അതിരുവിട്ട മുസ്ലിം പീഡനം നടത്തുകയാണെന്ന് യോഗനാഥത്തിലെഴുതിയ ലേഖനത്തിൽ വിമർശനം. ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്കുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS മേധാവി മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി. ഗോരഖ്പൂരിൽ വെച്ച് 2 തവണയാണ് ഇരുവരും ചർച്ച നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നുവെന്ന് BJP വൃത്തങ്ങൾ. കർണാടകയിൽ ഇന്ധന വിലവർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. BJPയുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. നികുതി വർദ്ധിപ്പിച്ചതോടെ പെട്രോളിന് 3 രൂപയും ഡീസലിന് 3.5 രൂപയുമാണ് കൂടിയത്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ ഇടുക്കി പെരുവന്താനം അമലഗിരിക്ക് സമീപം പിതാവും മകനും സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ച് പിതാവ് മരിച്ചു. കറുകച്ചാൽ ഉദങ്കുഴി വീട്ടിൽ ജോസ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകൻ ജോയൽ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വിവാദങ്ങൾക്കു പിന്നാലെ തൃശൂർ DCC താൽക്കാലിക അധ്യക്ഷനായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും. കോൺഗ്രസ് നേതാക്കളുടെ സോഷ്യൽ മീഡിയ പോരിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും VK ശ്രീകണ്ഠൻ.
മറ്റൊരു വാർത്തയിലേക്ക്. കശ്മീരിൽ വിജയം കണ്ട സീറോ ടെറർ പ്ലാൻ ജമ്മുവിൽ നടപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. ജമ്മു കശ്മീരിലെ റിയാസി, കത്വ, ടോഡ എന്നിവിടങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഭീകരാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചത്. കശ്മീരിലെ പോലെ ജമ്മുവിലും ഭീകരവാദം തുടച്ചു നീക്കണമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകി. ഭീകരരെ അടിച്ചമർത്താൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഏജൻസികൾ ഏകോപനത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ജമ്മു കശ്മീരിലെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലാണെന്നും ആഭ്യന്തരമന്ത്രി യോഗത്തിൽ പറഞ്ഞു. സംഘടിത ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ നിഴൽ യുദ്ധങ്ങളായി ചുരുങ്ങിയിട്ടുണ്ടെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഗണ്യമായി കുറഞ്ഞതിന്റെ പ്രതിഫലനമാണ് സഞ്ചാരികളുടെ ഒഴുക്കെന്നും യോഗം വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി മനോജ് പാണ്ഡെ, നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, IB ഡയറക്ടർ തപൻ ദേക്ക, CRPF DG അനീഷ് ദയാൽ, BSF DG നിതിൻ അഗർവാൾ, ആഭ്യന്തര മന്ത്രാലയത്തിലെയും ജമ്മു കശ്മീരിലെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ജൂൺ 29 മുതൽ ഓഗസ്റ്റ് 19 വരെ നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ സുരക്ഷാ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്തു. 24 ഡൽഹി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ കൂടി സംസ്കാരം നടന്നു. പത്തനംതിട്ട മേപ്രാൾ സ്വദേശി തോമസ് സ്യൂമൻ, കോട്ടയം ഇത്തിത്താന സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവർക്കാണ് പ്രിയപ്പെട്ടവർ ഇന്ന് വിട ചൊല്ലിയത്. പൊള്ളലേറ്റ് കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന 15 മലയാളികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങിയ പുതിയ വീട്ടിൽ അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മേപ്രാലിലെ തോമസ് യൂമ്മന്റെ മൃതദേഹം സംസ്കരിച്ചത്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. കോട്ടയം സ്വദേശി ശ്രീഹരി പ്രദീപിന് വിട നൽകാനും നാടൊന്നായി ഒഴുകിയെത്തി. ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാരവും ഇന്ന് നടന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ പൊള്ളലേറ്റ 15 മലയാളികൾ ചികിത്സയിലുണ്ടെന്നും ഇവർക്ക് സർക്കാർ ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. 24 കോട്ടയം, പത്തനംതിട്ട. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഇന്ത്യയിൽ ചർച്ചയാവുകയാണ്. EVM ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ചെറുതല്ല എന്നാണ് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. മസ്കിനെ പിന്തുണച്ച് പ്രതിപക്ഷവും എതിർത്ത് ഭരണപക്ഷവും രംഗത്തു വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് EVMകൾ മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടത്. ഇലോൺ മസ്കിന്റേത് സാമാന്യവൽക്കരണമാണെന്നും ഇന്ത്യയിലെ EVMകളിൽ അട്ടിമറി സാധ്യമല്ലെന്നും BJP നേതാവും മുൻ കേന്ദ്ര IT സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. EVMകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നും ആർക്കും പരിശോധിക്കാൻ അനുമതിയില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ലോകത്തെ അറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ധർ അട്ടിമറി സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ EVMകൾ ഉപയോഗിക്കണമെന്ന വാശിക്ക് പിന്നിലെ കാരണം BJP വ്യക്തമാക്കണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പറഞ്ഞു. 24 ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് അടുത്ത റിപ്പോർട്ട് കാണാം. കൊല്ലം വെള്ളിനെല്ലൂരിൽ തീറ്റയിൽ പൊറോട്ടയും ചക്കയും അമിതമായി നൽകിയതിന് പിന്നാലെ പശുക്കൾ ചത്തു. വട്ടപ്പാറ സ്വദേശി ഹസ്ബുള്ളയുടെ ഫാമിലെ പശുക്കളാണ് ചത്തത്. കർഷക നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. വട്ടപ്പാറ സ്വദേശി ഹസ്ബുള്ളയുടെ ഫാമിലെ 5 പശുക്കളാണ് ചത്തത്. 9 പശുക്കൾ അവശനിലയിലാണ്. തീറ്റയിൽ പൊറോട്ടയും ചക്കയും അമിതമായി ഉൾപ്പെടുത്തിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ കർഷകൻ 50,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഫാം സന്ദർശിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. പശുക്കളുടെ തീറ്റയെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രവാസിയായ കർഷകൻ ഹസ്ബുള്ള 5 വർഷമായി ഫാം നടത്തി വരികയാണ്. 35 പശുക്കളാണ് ഫാമിലുള്ളത്. 24 കൊട്ടാരക്കര. ഭാര്യാമാതാവിന്റെയും ഭാര്യ സഹോദരന്റെയും വീടുകൾ തീവച്ച് നശിപ്പിച്ച പ്രതി പിടിയിൽ. ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് നിരപ്പേൽ സന്തോഷ് തീവച്ചത്. അന്നക്കുട്ടിയെയും ചെറുമകളെയും തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിലും സന്തോഷ് പ്രതിയാണ്. ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണമെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകി.
ഡീസലിൽ മുക്കിയ പന്തത്തിന് തീ കൊളുത്തി സന്തോഷ് വീടുകൾക്ക് നേരെ എറിയുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഒരു 3:45 സമയത്ത് എൻ്റെ മരുമോൻ ഇവിടുന്ന് പന്നിഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ ഈ തീ കണ്ടുകൊണ്ട് ആളില്ലല്ലോ എന്ന് കരുതി അവൻ ചവിട്ടി നടത്തി തിരിഞ്ഞു നോക്കിയോ വീട് കത്തിക്കൊണ്ട് നിൽക്കുക. നമ്മുടെ ആളുകളെ ആരും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകളെയും വിളിച്ച ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സ് വന്നാൽ തീ അണച്ചത്. സന്തോഷിന്റെ ഭാര്യ മാതാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി. ജിൻസിന്റെ വീട് ഭാഗികമായി നശിച്ചു. സംഭവ സമയത്ത് 2 വീടുകളിലും ആളില്ലാത്തത് ദുരന്തം ഒഴിവാക്കി. ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ സ്ഥലം വിട്ടു. കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ജൂൺ 5-ന് അന്നക്കുട്ടിയെയും ചെറുമകൾ 2 വയസ്സുകാരി ലിയയെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്ന് പരിക്കേറ്റ അന്നക്കുട്ടി ചികിത്സ കഴിഞ്ഞെത്തിയെന്ന് കരുതിയാണ് വീണ്ടും സന്തോഷ് ആക്രമണം നടത്തിയതെന്ന് പോലീസ്. പ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വീട് കത്തിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തേനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതി നമ്മൾ കസ്റ്റഡിയിലെടുത്തുള്ളത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഭാര്യ പ്രിൻസി വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് സന്തോഷിനെ പ്രകോപിപ്പിച്ചത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. 24 ഇടുക്കി. കൊച്ചി കോർപ്പറേഷനിൽ തെരുവുനായ വന്ധ്യംകരണത്തിന്റെ മറവിൽ അഴിമതി എന്ന ആരോപണം. 4 വർഷത്തിൽ 1443 നായകളെ വന്ധ്യീകരിക്കാൻ 93 ലക്ഷം രൂപ ചെലവഴിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെയും തൃക്കാക്കര നഗരസഭയിലെയും ശരാശരി ചെലവിനേക്കാൾ പല മടങ്ങാണ് കൊച്ചിയിലേത് എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ തെരുവു നായ്ക്കളെ വന്ധീകരിക്കാനായി ചെലവാക്കിയത് 93 ലക്ഷം രൂപ. 1443 നായകളെയാണ് ഈ കാലയളവിൽ വന്ധ്യംകരിച്ചത്. ഒരു നായയ്ക്കായി ചെലവഴിച്ചത് 6450 രൂപ. തൃക്കാക്കര നഗരസഭയിൽ ഒരു നായയെ വന്ധ്യീകരിക്കാൻ 2100 രൂപയും കോഴിക്കോട് കോർപ്പറേഷനിൽ 2192 രൂപയും ചെലവാക്കുമ്പോഴാണ് കൊച്ചിയിൽ 6450 രൂപ ചെലവാക്കുന്നതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പദ്ധതിക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസ്. കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തെരുവ് പട്ടികളെ വന്ധീകരിക്കാൻ ഒരു പട്ടിക്ക് 6500 രൂപ ചെലവാക്കിയപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അത് 2100 രൂപയ്ക്കും 2200 രൂപയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് 6500 രൂപ ചെലവായി? അതും 2024 നാളിതുവരെ വന്ധീകരിച്ച് 155 തെരുവ് പട്ടികൾക്കായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒരു പട്ടിക്ക് 15000 രൂപ എന്ന കണക്കിലാണ്. തെരുവു നായ്ക്കൾക്കായി കൊച്ചി കോർപ്പറേഷൻ ഇതുവരെ ഒരു ഷെൽട്ടർ പോലും ആരംഭിച്ചിട്ടില്ല. കൊച്ചിയിൽ എത്ര തെരുവു നായ്ക്കളുണ്ട് എന്നതിന്റെ ഏകദേശ കണക്ക് പോലും കോർപ്പറേഷന്റെ പക്കലില്ല. വിനീത VG 24 കൊച്ചി. നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാഠപുസ്തകത്തിൽ ബാബ്രി മസ്ജിദിന്റെ പേരുവെട്ടി NCERT. 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുന്നത്. കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് NCERTയുടെ ന്യായീകരണം. ഡൽഹിയിൽ കൊടും ചൂടിലും ജലക്ഷാമത്തിലും ജനം വലയുമ്പോൾ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ രാഷ്ട്രീയ പോര്. കുടിവെള്ള പ്രതിസന്ധിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച മന്ത്രി അതിഷി പൈപ്പ് ലൈനുകൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ടാങ്കർ മാഫിയയുടെ ആളെന്ന് BJP. തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സസ്പെൻഷനിലായ സീനിയർ CPO അൻസിലിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി പാസ്പോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തൽ. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചുവെന്നും പോലീസിന്റെ സ്ഥിരീകരണം. CPO അൻസിലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തി. ആലുവിള കരിമ്പിലാവിള വീട്ടിൽ ബിജുവാണ് മരിച്ചത്. പ്രതി ബാലരാമപുരം സ്വദേശി കുമാറിനായി തെരച്ചിൽ ആരംഭിച്ച പോലീസ്. നിർമ്മിത ബുദ്ധി ദുരുപയോഗം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രധാന പ്രതി പിടിയിൽ. തെലങ്കാനയിൽ നിന്നാണ് പ്രതി മുഹമ്മദ് അലിയെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് പാലാഴി സ്വദേശിയിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ അഭിനന്ദിച്ചതിനെ പരിഹസിച്ച് മുൻ മന്ത്രിയും CPIM നേതാവുമായ G സുധാകരൻ.
മോദി ശക്തനാണെന്ന് പറഞ്ഞത് ഏകാധിപതി എന്ന നിലയിലാണ്. അതിനാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ അനുമോദിച്ചത്. അഹങ്കാരം അധപതനത്തിന്റെ മുന്നോടിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കണമെന്നും ജി സുധാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മോദിയെ ട്രോളിയ കോൺഗ്രസിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മാർപ്പാപ്പയെ വരെ കോൺഗ്രസ് ആക്ഷേപിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏർബൻ നക്സലുകളാണെന്നും കെ സുരേന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി ജമ്മു കശ്മീരിൽ മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി സൈനികന് ദാരുണാന്ത്യം. കുന്നത്തൂർ മാനാമ്പുഴ കൊള്ളാറ്റുവീട്ടിൽ വിജയൻകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ഏപ്രിലാണ് വിജയൻകുട്ടി അവസാനമായി അവധിക്ക് നാട്ടിലെത്തിയത്. AV ജയശങ്കർ നൽകും കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ. ജയ്, എന്താണ് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം? ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യം വ്യക്തമായിട്ടുണ്ടോ? അതായത് അല്പസമയം മുമ്പാണ് വീട്ടുകാർക്ക് ഇത്തരത്തിൽ ഇദ്ദേഹം വിജയൻകുട്ടി മരിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. സൈന്യത്തിൽ നിന്നും ഔദ്യോഗികമായാണ് ഇത്തരത്തിലൊരു അറിയിപ്പുണ്ടായത്. മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞുണ്ടായ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ 27 വർഷത്തോളമായി വിജയൻകുട്ടി സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. കഴിഞ്ഞ ഏപ്രിലാണ് അവസാനമായി ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. ഇനിയും കുറച്ചു വർഷം കൂടി സർവീസ് ബാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായി ഇദ്ദേഹം മരണപ്പെടുന്നു. എന്തായാലും കുടുംബത്തിന് മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ബോഡിയും മറ്റും കൊണ്ടുവരുന്നതിന് ഉടൻ തന്നെ കുടുംബം ജമ്മു കാശ്മീരിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പശുക്കടത്തിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ തെലങ്കാനയിലെ മേദക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് ഇന്നലെ 6 യുവാക്കൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. സംഭവത്തിൽ ഘോഷാമഹൽ MLA രാജാ സിംഗ് അടക്കം 13 BJP യുവമോർച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അരുൺ, എന്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം? എന്താണ് നിലവിലെ അവസ്ഥ? എന്താണ് അവിടെ? പ്രജിൻ, ഇന്നലെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് 6 യുവാക്കൾക്ക് നേരെ ഇന്നലെ ആക്രമണം നടന്നിരുന്നു. BJP തീവ്ര ഹിന്ദു സംഘടനകളുടെ പ്രവർത്തകരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അതുമായി ബന്ധപ്പെട്ടൊരു സംഘർഷവും ഇന്നലെ തന്നെ അവിടെ മേദക്കലിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് ഇതിന് പിന്നാലെ മറുവിഭാഗം സംഘടിച്ചെത്തുകയും ഈ ആക്രമിച്ച BJP സംഘത്തിൽപ്പെട്ട ഒരു BJP പ്രവർത്തകനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. മേദക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ഈ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും അവിടെ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പോലീസ് കൂടുതൽ നടപടി ശക്തമാക്കി. BJP MLA ഉൾപ്പെടെ 13 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് തുടർച്ചയായി വൈകിട്ട് മുതൽ രാത്രി ഉടനീളം സംഘർഷം ഉണ്ടായത്. ഇതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ മേദക്കൽ മേഖലയിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ പോലീസിനുൾപ്പെടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. വർഗീയ സ്വഭാവമുള്ള സംഘർഷമായതിനാൽ കൂടുതൽ ജാഗ്രത പോലീസ് സ്വീകരിക്കുന്നുമുണ്ട്. പ്രജിത്ത്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വിരുന്നോ ആഘോഷമോ ഒന്നുമില്ലാതെയായിരുന്നു ഗസയിലെ ഈദ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടിയായിരുന്നു വിശ്വാസികളുടെ ഇത്തവണത്തെ ബലിപെരുന്നാൾ ആഘോഷം. പതിവിലും വ്യത്യസ്തമായിരുന്നു ഗസയിലെ ഈദ് ആഘോഷം. ആഘോഷമില്ല, പുതിയ വസ്ത്രങ്ങളോ മധുര പലഹാരങ്ങളോ വാങ്ങിയില്ല, കുടുംബ സന്ദർശനങ്ങളുമില്ല. വടക്കൻ ഗസയിൽ നിന്നുള്ള 26-കാരിയായ അയാ അലിക്ക് യുദ്ധകാലത്ത് 8ലേറെ തവണയാണ് കുടുംബത്തോടൊപ്പം പലായനം ചെയ്യേണ്ടി വന്നത്. ദേർ അൽ ബാലയിലെ ക്യാമ്പിൽ കൊടും ചൂടിൽ ഇടുങ്ങിയ ഒരു കൂടാരത്തിനുള്ളിൽ ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കളുമായാണ് ഈ കുടുംബത്തിന്റെ ഈദാഘോഷം. 8 മാസക്കാലം നീണ്ട യുദ്ധം ഗസയെ തകർത്തു. പെരുന്നാൾ ദിവസം സന്തോഷമുള്ള മുഖങ്ങൾ ഗസയിൽ എവിടെയും കാണാനില്ല. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം കണ്ടെത്തിയവരുണ്ട്. അൽ അക്സ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ 40,000-ഓളം പേർക്ക് കഴിഞ്ഞെങ്കിലും പലർക്കും പള്ളിയിലേക്ക് പ്രവേശനം അനുവദിച്ചില്ലെന്നും വഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
അക്വാസ്റ്റാർ ഗ്രൂപ്പും TMAയും സംയുക്തമായി ഏർപ്പെടുത്തിയ അക്വ ഗ്രീൻ വാരിയർ അവാർഡുകൾ സമ്മാനിച്ചു. മനോജ് കുമാർ IB, രാജേഷ് അടക്ക പുത്തൂർ എന്നിവർക്ക് തൃശൂരിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ സമ്മാനിച്ചത്. തൃശൂർ DFO രവികുമാർ മീണ IFS മുഖ്യ അതിഥിയായി. ഡോക്ടർ KC ചാക്കോ, അക്വാസ്റ്റാർ MD സിജോ പോന്നൂർ എന്നിവർ പങ്കെടുത്തു. സ്പോർട്സ് ന്യൂസ്. യൂറോകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു. രാത്രി 12:30 നടക്കുന്ന കളിയിൽ സെർബിയയാണ് എതിരാളികൾ. കഴിഞ്ഞ തവണ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നഷ്ടമായ കിരീടം ഇത്തവണ നേടാൻ ഉറച്ചെത്തുകയാണ് ഇംഗ്ലണ്ട്. പതിവ് പോലെ താര നിബിഡമാണ് ഇംഗ്ലീഷ് നിര. മുന്നേറ്റത്തിൽ ഹാരി കെയ്ൻ, ബുക്കായോ സാക്ക, ഫിൽ ഫോഡൻ, കോൾ പാൽമർ. മധ്യനിരയിൽ അലക്സാണ്ടർ അർണോൾഡ്, ജൂഡ് ബെല്ലിംഗ്ഹാം, ഡെക്ലാൻ റൈസ്. പ്രതിരോധത്തിൽ ലൂക്ക് ഷോ, ജോൺ സ്റ്റോൺസ്, ട്രിപ്പിയർ, കെയ്ൽ വാൾക്കർ. കടലാസിലെ കരുത്തു നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ വെല്ലാൻ ആളില്ല. രാത്രി 12:30 സെർബിയക്കെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ ആദ്യ അംഗം. അലക്സാണ്ടർ മിത്രോവിച്ച്, ഡുസൻ വ്ലാഹോവിച്ച്, ഡുസൻ ടാഡിച്ച് എന്നിവരിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സെർബിയ. സ്പോർട്സ് ഡെസ്ക് 24. ഇവിടെ പ്രാഞ്ച് ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.